നമസ്കാരം. 9 PM ആരംഭിക്കുകയാണ്. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദിവസമാണ്. അസാധ്യമായതെന്ന് വിധിയെഴുതിയ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ ദിവസം. മാറ്റം വാക്കുകളിലല്ല, മറിച്ച് അനുഭവിച്ചറിയുകയാണ് നാം. ഒരിക്കലും നടക്കില്ലെന്ന് വിധിയെഴുതിയവരും പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയവരും നടത്തിക്കാണിച്ചാൽ അംഗീകരിക്കാമെന്ന് വെല്ലുവിളിച്ചവരും ഇന്ന് മനസ്സുകൊണ്ടെങ്കിലും ആ മനുഷ്യനെ അംഗീകരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ്. പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിന് അഭിമാന നിമിഷം. ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കി. കേരളത്തിന്റെയും കർണാടകത്തിന്റെയും വികസനം ത്വരിതപ്പെടുമെന്ന് പ്രധാനമന്ത്രി. നടപ്പാക്കിയത് LDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമെന്ന് മുഖ്യമന്ത്രി. പിണറായിയെ അഭിനന്ദിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രി. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണം ഈ മാസം 13 മുതൽ. അതിതീവ്ര കോവിഡ് ബാധിച്ച 6 പേരുടെയും നില തൃപ്തികരമെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് 5615 പേർക്ക് കോവിഡ്. 24 മരണം സ്ഥിരീകരിച്ചു. 4922 പേർക്ക് രോഗമുക്തി. പക്ഷിപ്പനി സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച് സർക്കാർ. കർഷകർക്ക് നഷ്ടപരിഹാരം നൽകും. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി സർക്കാർ. സ്വർണ്ണക്കടത്ത് കേസിൽ NIA-യുടെ കുറ്റപത്രം. ശിവശങ്കർ പ്രതിയല്ല. BJP പ്രവർത്തകൻ 4ാം പ്രതി സന്ദീപ് നായർ മാപ്പുസാക്ഷി. സ്വപ്നയും റമീസും സരിത്തും മുഖ്യപ്രതികൾ. സംസ്ഥാനത്ത് മദ്യവില കൂടും. വിതരണക്കാരിൽ നിന്നും മദ്യം വാങ്ങുന്നതിനുള്ള വില കൂട്ടാൻ ബെവ്കോ തീരുമാനം. കേരളത്തിലെ തിയേറ്ററുകൾ തുറക്കുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷം. മുന്നൊരുക്കം ആവശ്യമെന്ന് തിയേറ്റർ ഉടമകൾ. ദൃശ്യം 2ന്റെ OTT റിലീസ് സംബന്ധിച്ച് ആന്റണി പെരുമ്പാവൂരിന്റെ വിശദീകരണം തൃപ്തികരമെന്ന് തിയേറ്റർ ഉടമകൾ. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമായ ദിവസം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുടെ ഉദ്ഘാടനമെന്ന ആ സുവർണ മുഹൂർത്തം തന്നെയായിരുന്നു. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഒരുപക്ഷെ ഒരിക്കലും നടക്കില്ല എന്ന് എല്ലാവരും വിധിയെഴുതിയ ഒരു പദ്ധതി മഹത്തായ ഒരു പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും വികസനം ത്വരിതപ്പെടുമെന്നും 12 ലക്ഷം തൊഴിൽ സൃഷ്ടിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഇത്രയധികം പിന്തുണയില്ലായിരുന്നുവെങ്കിൽ പദ്ധതി യാഥാർത്ഥ്യമാകുമായിരുന്നില്ലെന്ന് പറഞ്ഞ പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിച്ചു. നടപ്പാക്കിയത് LDF സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. ഒരിക്കലും നടപ്പിലാകില്ലെന്ന് പലരും വിധിയെഴുതിയിരുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തെ സമാനമായ പല പദ്ധതികളും പാതിവഴിയിൽ ഉപേക്ഷിക്കുകയോ ഇഴഞ്ഞു നീങ്ങുകയോ ചെയ്യുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ മൂലം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമായത്. This is the classic case of cooperative federalism. Unless the government of Kerala has extended the kind of support they have given us, this project would not have been completed. I am grateful to Sri Pinarayi Vijayan. ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി പദ്ധതിയിലൂടെ കൈവരിക്കുന്ന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു. 12 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അന്തരീക്ഷ മലിനീകരണം ഗണ്യമായി കുറയും. ടൂറിസം മേഖലയിൽ വൻ വികസനമുണ്ടാകും. The pipeline will have a positive impact on the economic growth of these two states. ये पाइपलाइन दोनों ही राज्यों के गरीब, मध्यम वर्ग और उद्यमियों का खर्च कम करेगी. നടക്കില്ലെന്ന് കരുതി ഗെയിൽ പണി നിർത്തിയ പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ മൂലം യാഥാർത്ഥ്യമായതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. Completing this pipeline was one of our major election promises. We sought to clear all obstacles by proactively addressing the genuine concerns of the people. The people of Kerala stood by this project and this government that was committed to implementing it. It was because they knew that this project is essential for the overall development of the state.
കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പ, പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗെയിൽ പദ്ധതി കേരളത്തിന്റെ വികസനത്തിൽ നാഴികക്കല്ലാണ്. ഒപ്പം ജനങ്ങളെ ഒപ്പം നിർത്തി ഒരു വൻ പദ്ധതി എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നതിന് രാജ്യത്തിനും ലോകത്തിനും അനുകരിക്കാവുന്ന മാതൃക കൂടിയാണ്. ന്യൂസ് ഡെസ്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സജീവമായ ഒരു ചിത്രം നോക്കാം. ഒരുപാട് പറഞ്ഞു പോയതാണ് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയെക്കുറിച്ച്, അത് എങ്ങനെ യാഥാർത്ഥ്യമാകുന്നു എന്നതിനെക്കുറിച്ച്, അതിൻ്റെ ചെലവിനെക്കുറിച്ച്, ഒപ്പം തന്നെ അത് യാഥാർത്ഥ്യമാകുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന നേട്ടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു പോയതാണ്. പക്ഷേ ഈ നിമിഷത്തിൽ ഇന്ന് ആ പദ്ധതി യാഥാർത്ഥ്യമായി നമ്മുടെ നാടിന് സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിഞ്ഞു പോകേണ്ടതുണ്ട്. അപ്പോൾ നോക്കാം ഈ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു സജീവമായ ചിത്രം എങ്ങനെയാണെന്ന്. ഏകദേശം 500 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതിയാണ് ഈ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി എന്ന് പറയുന്നത്. കൊച്ചിയിൽ നിന്ന് മംഗലാപുരം വരെ നീണ്ടുകിടക്കുന്ന വലിയ പൈപ്പ് ലൈൻ പദ്ധതി. അതിന് ഏകദേശം 500 കിലോമീറ്ററോളം നീളം വരും. ഏകദേശം എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലൂടെ ഈ പദ്ധതി കടന്നു പോകുന്നു. 7 ജില്ലകളിലൂടെ കടന്നു പോകുന്ന പദ്ധതി ദുർഘടം പിടിച്ച പാതകളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ജലാശയങ്ങളുടെയും വലിയ നദികളുടെയും ഒക്കെ അടിയിലൂടെ തുറന്ന് പൈപ്പിട്ടൊക്കെ കടന്നു പോകുന്ന ആധുനികമായ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചു പോയ മഹത്തായ ഒരു പദ്ധതിയായിട്ട് തന്നെ വേണം നമുക്കിതിനെ വിളിക്കാൻ. നമുക്ക് നോക്കാം ഓരോ ജില്ലകളിലും ഈ പദ്ധതി കടന്നു പോകുന്ന ദൂരം എത്രയെന്ന്. എറണാകുളം ജില്ലയിൽ 16 കിലോമീറ്റർ ദൂരമാണ് എറണാകുളം ജില്ലയിലൂടെ ഈ പദ്ധതി പോകുന്നത്. തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ 78 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ പാലക്കാട് ജില്ലയിലെത്തുമ്പോൾ അത് 105 കിലോമീറ്റർ ദൂരമാണ് പാലക്കാട് ജില്ലയിൽ കടന്നു പോകുന്നത്. മലപ്പുറത്ത് ഏകദേശം 88 കിലോമീറ്റർ ദൂരം മലപ്പുറം ജില്ലയിൽ ഈ പൈപ്പ് ലൈൻ പദ്ധതി കടന്നു പോകുന്നു. നമ്മൾ ഈ ജില്ലയിലെ കിലോമീറ്റർ കണക്ക് പറയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ മേഖലകളിലൊക്കെ വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്ന ഒരു പദ്ധതി കൂടിയാണ് ഇത്. ആ എതിർപ്പുകളെ ജനകീയമായി അതിജീവിക്കാൻ കഴിഞ്ഞു എന്നയിടത്താണ് കഴിഞ്ഞ സർക്കാരിനെയും ഈ സർക്കാരിനെയും നമ്മൾ വേറിട്ട് കാണേണ്ടത്. കോഴിക്കോട് 80 കിലോമീറ്ററാണ് കോഴിക്കോട് ജില്ലയിലൂടെയുള്ള ദൂരം. കണ്ണൂർ ജില്ലയിൽ 83 കിലോമീറ്റർ ദൂരം പൈപ്പിലൂടെ ഈ LNG കടന്നു പോകുന്നു. കാസർഗോഡ് ജില്ലയിലും 83 കിലോമീറ്റർ ദൂരം. കാസർഗോഡ് ജില്ല കഴിഞ്ഞ് നമ്മുടെ അതിർത്തി കടന്ന് നേത്രാവതി പുഴയിറങ്ങി മംഗലാപുരത്തേക്ക് ഈ പൈപ്പ് ലൈൻ പദ്ധതി എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയുള്ള വ്യവസായശാലകളിലേക്ക് ഈ LNG എന്ന വാതകം അങ്ങോട്ടേക്ക് എത്തുന്നു. അതാണ് ഈ പദ്ധതിയുടെ നിർണായകമായ ഘടകമായി നമ്മൾ കാണേണ്ടത്. ഇനി നമുക്ക് നോക്കണം, അതായത് ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ. എങ്ങനെയാണ് ഈ പദ്ധതിക്ക് അനുമതി ലഭിക്കുന്നത്, പദ്ധതി എങ്ങനെ മുടങ്ങിപ്പോയി, എന്തുകൊണ്ട് ഇത് ഒരു ഘട്ടത്തിൽ ഗെയിൽ ഈ പദ്ധതി ഉപേക്ഷിച്ച് പോയത് എന്തുകൊണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു പോകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സമഗ്രമായും അത്തരത്തിലുള്ള വിവരങ്ങളിലേക്ക് കൂടി ഈ ഘട്ടത്തിൽ കടന്നു പോകണം. എന്നായിരുന്നു ഈ പദ്ധതിക്ക് അനുമതി ലഭിച്ചത് എന്നാണ് നമുക്ക് ആദ്യം പറഞ്ഞു പോകേണ്ടത്. അതായത് 2010 ഈ പദ്ധതിക്ക് അനുമതി ലഭിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതായത് 2010 ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്ക് ആദ്യമായിട്ട് അനുമതി ലഭിക്കുന്നത്. എന്നാൽ 2016 അതായത് അതിനുശേഷം 2010 ശേഷം 2010 VS സർക്കാരായിരുന്നു. ആ സമയത്ത് ഇതിൻ്റെ തുടക്ക നടപടികൾ ആരംഭിക്കുന്നു. അതിനുശേഷം പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ 2011 മുതൽ 16 വരെ അധികാരത്തിലിരിക്കുന്നു. പക്ഷേ 2016 ഉമ്മൻചാണ്ടി സർക്കാർ പടിയിറങ്ങുമ്പോൾ പൂർത്തിയായത് വെറും 48 കിലോമീറ്റർ ദൂരം മാത്രമായിരുന്നു പൈപ്പിടൽ പൂർത്തിയായത്. 5 വർഷം കൊണ്ട് വെറും 48 കിലോമീറ്റർ പൈപ്പിടൽ മാത്രമായിരുന്നു പൂർത്തിയായത്. അതിനുശേഷമുള്ള 5 കിലോമീറ്റർ കൊണ്ട് ഇത് മംഗലാപുരത്തേക്ക് ഈ പൈപ്പ് ലൈൻ പദ്ധതി എത്തുന്നു എന്നയിടത്താണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയെ നമ്മൾ അഭിനന്ദിക്കേണ്ടതും കാണേണ്ടതും. അതുതന്നെയാണ് ഇന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു വച്ചതും. നോക്കാം, 2014 അതായത് ഞാൻ ആദ്യം പറഞ്ഞത് 2014 ഈ പദ്ധതി ഒഴിവാക്കാൻ വേണ്ടി ഗെയിൽ തീരുമാനിക്കുന്നു. കാരണം ഇവിടെ ഭൂമി ഏറ്റെടുക്കൽ നടക്കുന്നില്ല, ഇതിൻ്റെ ഒരു നടപടികളും കൃത്യമായിട്ട് നടക്കുന്നില്ല. അവരവരുടെ ഇവിടുത്തെ ഓഫീസുകളൊക്കെ പൂട്ടി ഇവിടുന്ന് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. തുടർന്ന് എന്തു സംഭവിച്ചു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ വിജയകഥയായി നമുക്ക് പറയാൻ കഴിയുക. പിണറായി സർക്കാരിൻ്റെ കീഴിൽ ഈ പദ്ധതി പുനർജനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 48 കിലോമീറ്റർ മാത്രം പൈപ്പിട്ടിരുന്ന ഒരു പദ്ധതി 500-ലേറെ കിലോമീറ്ററുള്ള ആകെ ദൂരമുള്ള പദ്ധതി അത് 2016 പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിനു ശേഷം അത് പുനർജനിക്കുകയാണ്. ആ പദ്ധതി വീണ്ടും സജീവമാകുകയാണ്.
അതെങ്ങനെയാണ് അത് സാധ്യമായതെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ഈ പദ്ധതി മുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് പറയാൻ കഴിയുന്നത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഉയർന്നു വന്ന ജനകീയ സമരങ്ങൾ, ജനകീയ വിഷയങ്ങൾ, ഇതൊക്കെയായിരുന്നു ഈ പദ്ധതി മുടങ്ങിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണമായി അന്ന് നമ്മുടെ മുൻപിൽ നിന്നത്. അതിനെ ഈ സർക്കാർ, LDF സർക്കാർ അധികാരമേറ്റതിന് ശേഷം അതിനെ ജനകീയമായി മറികടക്കുകയായിരുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവരുമായി സംസാരിച്ച് അവരുടെ എല്ലാ ആശങ്കകളും അകറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതെങ്ങനെയായിരുന്നു എന്ന് നോക്കാം. നഷ്ടപരിഹാര തുക ഇരട്ടിയാക്കുകയായിരുന്നു. ഭൂമി വിട്ടുകൊടുക്കേണ്ടി വന്നവർക്ക് നഷ്ടപരിഹാര തുക ഇരട്ടിയാക്കി. അതുമാത്രമല്ല ചെയ്തത്, അതിനപ്പുറത്തേക്ക് ഒരുപാട് ജനവാസ മേഖലകളിലൂടെ ആദ്യ അലൈൻമെന്റിൽ ഈ പൈപ്പ് ലൈൻ കടന്നു പോകുന്നുണ്ടായിരുന്നു. പരമാവധി ജനവാസ മേഖലകളെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ അലൈൻമെന്റ് സ്ഥാപിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയാണ്, ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടുകയാണ്. ഒരു ഭരണകൂടം എങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നതിൻ്റെ കൂടി ഉത്തമ ഉദാഹരണമായിട്ട് ഈ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. ഇനിയുമുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് പോകാൻ. അതായത് 470ഓളം കിലോമീറ്റർ ദൂരമാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയത്. കാരണം നമ്മൾ ഓർക്കണം, ആദ്യഘട്ടത്തിൽ വെറും 48 കിലോമീറ്റർ മാത്രമായിരുന്നു പൂർത്തിയാക്കിയത്. അതിനുശേഷമുള്ള 470ഓളം കിലോമീറ്റർ ദൂരം പൈപ്പ് ലൈൻ ഇട്ടത് ഈ സർക്കാരിൻ്റെ കാലത്തായിരുന്നു. 2 പ്രളയവും നിപയും കോവിഡും അടക്കമുള്ള മഹാമാരികളെയും അതിജീവിച്ചുകൊണ്ടാണ് ഈ പദ്ധതി വിജയകരമാകുന്നത് എന്നതാണ് നമ്മൾ നേരിട്ട പ്രതിസന്ധികളുടെ ആഴവും അതിനെ മറികടന്ന രീതിയും ചർച്ചയാകുന്നത് ആ സ്ഥലങ്ങളിലാണ്. 2021 ഇന്നത്തെ ഈ ദിവസം ഈ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെടുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്ര വഴി നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഒരു പക്ഷേ ഈ 500 കിലോമീറ്ററിലേറെ എറണാകുളം, അതായത് 500 കിലോമീറ്ററിലേറെ ദൂരമുള്ള പദ്ധതിയാണ്. നമുക്കിതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇനി പറയേണ്ടത്, എങ്ങനെയാണ് ഈ പദ്ധതിയുടെ തുടക്കം, അല്ലെങ്കിൽ ഈ പദ്ധതി എങ്ങനെ ഈ പൈപ്പിലൂടെ LNG കടന്നു പോകുന്നു തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. പുതുവൈപ്പിനിലെ LNG ടെർമിനലിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഈ പദ്ധതിയുടെ തുടക്കമെന്ന് പറയുന്നത് പുതുവൈപ്പിനിലെ LNG ടെർമിനലിലാണ്. ഏകദേശം 4000 കോടി രൂപ മുതൽ മുടക്കി എറണാകുളത്തെ പുതുവൈപ്പിനിൽ സ്ഥാപിച്ച LNG ടെർമിനൽ, അവിടെ നിന്നാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. മംഗലാപുരത്തേക്കുള്ള ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പുതുവൈപ്പിനിൽ നിന്ന്. അടുത്ത ഘട്ടം പുതുവൈപ്പിനിൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് നോക്കാം. LNG ഇവിടെ ഇറക്കുമതി ചെയ്യുകയാണ്. അതായത് ഈ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്ന LNG നമുക്ക് വിവിധ രാജ്യങ്ങളുമായിട്ട് കരാറുണ്ട് ഇത് വാങ്ങാനായി. ആ രാജ്യങ്ങളിൽ നിന്ന് ഇത് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നു. ഖത്തർ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടാണ് നിലവിൽ നമ്മൾ LNG ഇറക്കുമതി ചെയ്യുന്നതിന് കരാർ ഏർപ്പെട്ടിരിക്കുന്നത്. അവിടെ നിന്ന് കപ്പലിലെത്തുന്ന LNG നമ്മൾ ഈ കാണുന്ന ടാങ്കുകളിലേക്ക്, നമ്മുടെ ഒപ്പം സ്ക്രീനിൽ കാണുന്ന ഈ ഗ്രാഫിക്കൽ ടാങ്കുകളിലേക്ക്, അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് സംഭരിക്കുന്നു. അതിനുശേഷം പൈപ്പുകളിലൂടെ മറ്റ് ഇടങ്ങളിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. ഈ LNG ടെർമിനലിൽ നിന്നാണ് ഏരൂരുള്ള ഫാക്ടറിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക്, മംഗലാപുരം അടക്കമുള്ള സ്ഥലങ്ങൾ, ഒപ്പം തന്നെ ബംഗളൂരുവിലേക്ക് ഇതിൻ്റെ പൈപ്പ് ലൈനിൻ്റെ മറ്റൊരു മേഖല. അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു സജീവമായ ചിത്രമായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് ഏറ്റവും അഭിമാനമായ പദ്ധതി തന്നെയാണ്. പ്രധാനമന്ത്രി ഇത് നാടിന് സമർപ്പിച്ചിരിക്കുന്നു. 2013 എതിർപ്പിനെ തുടർന്ന് UDF സർക്കാർ ഉപേക്ഷിച്ച പദ്ധതിയാണ് ഈ സർക്കാർ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത്. 13 മില്യൺ ക്യൂബിക് മീറ്റർ കപ്പാസിറ്റിയുള്ള ഏലൂരിലെ പ്ലാന്റിൽ നിന്നാണ് മംഗലാപുരത്തേക്ക് പ്രകൃതിവാതകം ഗെയിൽ പൈപ്പ് ലൈനിലൂടെ എത്തിക്കുന്നത്. ഈ ഏരൂരിലേക്ക് ഈ വാതകം എത്തുന്ന രീതിയാണ് ഈ പുതുവൈപ്പിനിലെ LNG ടെർമിനലിന്റെ ഗ്രാഫിക്കൽ സഹായത്തോടെ നമ്മളിപ്പോൾ കണ്ടത്. ആ വാർത്ത നമുക്ക് കാണാം. മുതൽ ഗതാഗതം വരെ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ഗെയിൽ. കേരളത്തിലെ 7 ജില്ലകളിലൂടെ കടന്നുപോകുന്ന പ്രകൃതിവാതക പൈപ്പ് ലൈൻ വ്യവസായങ്ങൾക്കും കർഷകർക്കും ഏറെ ഗുണം ചെയ്യും. ഇന്ധനമായി CNG ഉപയോഗിക്കുമ്പോൾ ഉപയോക്താവിന് പ്രതിവർഷം ആയിരക്കണക്കിന് രൂപയാണ് ലാഭം. 12 മില്യൺ ക്യൂബിക് മീറ്റർ കപ്പാസിറ്റിയുള്ള എലൂരിലെ ഗെയിൽ പ്ലാന്റിനെ കുറിച്ച് ഗെയിൽ മാർക്കറ്റിംഗ് ഡയറക്ടർ ES രംഗനാഥൻ. ഇതിപ്പോൾ 12 മില്യൺ ക്യൂബിക് മീറ്ററിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് 16 വരെ പോവാം. സോ ഇതായിരിക്കും ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. കൊച്ചി LNG ടെർമിനലിൻ്റെ കപ്പാസിറ്റിയും 17 മില്യണേ ഉള്ളൂ. സോ ലോക്കലായിട്ട് 4 മില്യൺ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് പിന്നെയും 13 മില്യണുള്ള ഒരു ശേഷിയാണ്, പൈപ്പ് ലൈൻ ശേഷി ആവശ്യമുള്ളത്. കേരള സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ കൂടി പര്യായമാണ് ഗെയിൽ. പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ല കൂടിയാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ്. സിറ്റി ഗ്യാസ് പദ്ധതി വിപുലീകരിക്കാൻ ഗെയിൽ വന്നതുവഴി സാധിക്കുമെന്ന് കൊച്ചി കോർപ്പറേഷൻ മേയർ അനിൽകുമാർ പറഞ്ഞു. പിണറായി വിജയൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും അതുപോലെ അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന അന്യസാധാരണമായ
ഒരു പ്രവർത്തന മികവിൻ്റെയും കൂടി പശ്ചാത്തലത്തിലാണ് ഈ പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. ഇത് സത്യത്തിൽ ഈ നഗരത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് പറയുന്നത് ഈ നഗരത്തിൻ്റെ കൂടി ഒരു വലിയ അഭിമാന നിമിഷമാണ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയായിരുന്നു ഗെയിൽ. വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കാതെ കഴിഞ്ഞ സർക്കാരിന് പൈപ്പിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചത് 40 കിലോമീറ്റർ ദൈർഘ്യത്തിൽ മാത്രമാണ്. ഇത് വ്യാവസായിക മേഖലയെ സംബന്ധിച്ചൊരു പുതിയ കുതിച്ചുചാട്ടമാണ്. കുറേ സമയം നമ്മളിതിൽ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യം. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഗെയിലിന് സാധിച്ചു. തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ വാഗ്ദാനമായ ഗെയിലിന്റെ പൂർത്തീകരണത്തിനോ ജനങ്ങളും സർക്കാരിനോട് സഹകരിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി. ഈ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി കൊണ്ട് എന്തായിരിക്കാം നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്കറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ നികുതി വരുമാനത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി നമ്മുടെ മുൻപിലേക്ക് തുറന്നിടുന്നത്. ഒരു വർഷം ഏകദേശം 980 കോടി രൂപയുടെ നികുതി വരുമാനം സംസ്ഥാന സർക്കാരിലേക്ക് ഈ പദ്ധതി വഴി എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതായത് നികുതി വരുമാനമായി ഒരു വർഷം സർക്കാരിലേക്ക് എത്തുന്നത് 980 കോടി രൂപയാണ്. ഇനിയുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകാൻ പോകുന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങളെന്ന് പറയുന്നത് 24 മണിക്കൂറും ലഭ്യമാകുന്ന ഹരിത ഇന്ധനം, അതായത് ഈ പ്രകൃതിദത്ത ഇന്ധനം അത് 24 മണിക്കൂറും നമുക്ക് ലഭ്യമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മറ്റൊന്ന്, നമ്മുടെ വ്യാവസായിക ഗാർഹിക ആവശ്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. മറ്റൊന്ന്, ഇത് അടുക്കളയിൽ ഉപയോഗിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. തീർച്ചയായും കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതായത് PNG എന്ന രൂപത്തിൽ പാചകവാതകമായി ഈ LNGയിൽ നിന്നും PNG ആയി അത് കൺവേർട്ട് ചെയ്ത് പാചകവാതകമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നു. പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് ഈ PNGയുടെ ഫുൾ ഫോം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരുപക്ഷെ ഈ സിറ്റി ഗ്യാസ് പദ്ധതി പൂർണ്ണമായ രൂപത്തിലേക്ക് നടപ്പാക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വീടുകളിലേക്കും പൈപ്പ് ലൈനിലൂടെ പാചകവാതകം എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഈ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർണ്ണമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ സ്വാഭാവികമായും ഈ സിറ്റി പൈപ്പ് ലൈൻ പദ്ധതിയുടെ നടത്തിപ്പ് കൂടി വളരെ വേഗത്തിലേക്ക് അതിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ സംസ്ഥാനത്തെ ഓരോ വീട്ടിലേക്കും പൈപ്പിലൂടെ പാചകവാതകം എത്തുന്ന ഒരു പ്രധാനപ്പെട്ട രീതിയിലേക്ക് നമ്മൾ മാറും. അതിനുള്ള ആദ്യ തുടക്കമായിട്ട് കൂടി ഈ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയെ നമ്മൾ കാണേണ്ടി വരും. ഇനിയുമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഉപകാരങ്ങൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് മറ്റൊരു ഗ്രാഫിക്കൽ ചിത്രത്തിലൂടെ നോക്കാം. അത് നമ്മുടെ മുൻപിലേക്ക് വരുന്നത് അതായത് വാഹനങ്ങൾക്ക് CNG ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ ദിവസവും പെട്രോൾ ഡീസൽ വില വർദ്ധിച്ച് നടുവൊടിഞ്ഞു കിടക്കുന്ന ജനങ്ങളുടെ മുൻപിലേക്കാണ് CNG എന്ന മറ്റൊരു സാധ്യത സജീവമായി തുറക്കപ്പെടുന്നത്. എന്താണ് ഈ CNG കൊണ്ടുണ്ടാകാൻ പോകുന്ന ഗുണങ്ങൾ, അതായത് വാഹനങ്ങൾക്ക് CNG ഉപയോഗിച്ചാൽ എന്താണ് അതുകൊണ്ട് ലഭിക്കാൻ പോകുന്ന ഗുണങ്ങളെന്ന് നമുക്ക് കാണാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സമൂഹത്തിന് തന്നെയാണ് ലഭിക്കുന്നത്. മലിനീകരണത്തിൻ്റെ തോത്, വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകയിലൂടെയുള്ള മലിനീകരണത്തിൻ്റെ തോത് വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് CNGയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകാരമായിട്ട് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. സ്വാഭാവികമായും മറ്റൊരു സംശയം ഉയർന്നു വരാം. CNG ഉപയോഗിച്ചാൽ വാഹനങ്ങൾക്ക് മൈലേജിൽ വ്യത്യാസമുണ്ടാകുമോ എന്നൊരു ചോദ്യം വാഹനം ഉപയോഗിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഉയർന്നു വരാം. 25 മുതൽ 30% വരെ മൈലേജ് കൂടുതൽ ലഭിക്കുമെന്നാണ് CNG ഉപയോഗിച്ചുള്ള വാഹനം ഓടിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് അത് എന്ന് പറയുന്നത്. മറ്റൊന്ന്, പെട്രോളിനെ അപേക്ഷിച്ച് വിലക്കുറവ് കൂടിയുണ്ട് CNG എന്ന ഈ വാതകത്തിന്, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ആ രൂപത്തിന്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. സാമ്പത്തികമായും നമുക്ക് ഒരുപാട് മെച്ചങ്ങൾ തരുന്നു ഈ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ദൈനംദിന ജീവിതത്തിൽ എന്നതുകൂടിയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻപിലേക്ക് സജീവമാക്കി എത്തിച്ചു തരുന്നത്. അതുതന്നെയാണ് ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ സമൂഹത്തിന് ലഭ്യമാകുന്ന ഗുണങ്ങളും. ഇനി നമുക്കിന്നത്തെ മറ്റ് സജീവമായ വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കാരണം ഒരുപാട് ചലനങ്ങൾ നടന്ന ഒരു വാർത്താ ദിനം കൂടിയായിരുന്നു. ഒരുപക്ഷെ ഈ പുതുവർഷത്തിൽ ലോകമെല്ലാവരും നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു വാർത്തയിലേക്ക് കൂടിയാണ് ഇനി പോകാനുള്ളത്. വാക്സിൻ വിതരണത്തിനായി, കോവിഡ് വാക്സിൻ വിതരണത്തിനായി രാജ്യം പൂർണ്ണ സജ്ജമായിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്തയായി നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. വാക്സിൻ വിതരണം ഈ മാസം 13 മുതലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. വാക്സിനേഷനായി എല്ലാവരും കോവിൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം. എന്നാൽ ആദ്യഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യ പ്രവർത്തകർക്കും മറ്റ് ആരോഗ്യ മുന്നണി പോരാളികൾക്കുമായിരിക്കും കുത്തിവയ്പ്പിനായി അവർക്ക് രജിസ്ട്രേഷന്റെ ആവശ്യമില്ല. അതേസമയം വാക്സിൻ എത്തിക്കാൻ യോജിച്ച് പ്രവർത്തിക്കുമെന്ന സംയുക്ത പ്രസ്താവനയുമായി സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത്
ബയോടെക്കും ഇന്ന് രംഗത്ത് വന്നതും വളരെ പ്രധാനപ്പെട്ട ഇന്ന് വൈകുന്നേരത്തെ ഒരു വാർത്തയായിരുന്നു. ഏതായാലും ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഈ വാക്സിൻ വിതരണത്തിനായി ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അടിയന്തര ഉപയോഗത്തിനായി വാക്സിന് അനുമതി നൽകിയ സാഹചര്യത്തിൽ 10 ദിവസത്തിനുള്ളിൽ കോവിഡ് വാക്സിൻ വിതരണത്തിനായി സംസ്ഥാനങ്ങളിൽ എത്തിക്കുമെന്നാണ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ വ്യക്തമാക്കിയത്. 13ഓടെയാണ് വിതരണം പൂർത്തിയാവുക. ചെന്നൈ, മുംബൈ, കൊൽക്കത്ത തുടങ്ങി 4 കേന്ദ്രങ്ങളിലാകും വ്യോമമാർഗം ആദ്യം വാക്സിൻ എത്തിക്കുക. അവിടെ നിന്ന് 37 കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകും. 29,000 കോൾഡ് സ്റ്റോറേജുകൾ വാക്സിൻ സംഭരണത്തിനായി തയ്യാറാക്കിയിട്ടുണ്ട്. അതേസമയം വാക്സിൻ കുത്തിവയ്പ് എന്ന് തുടങ്ങുമെന്ന് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീടുണ്ടാകും. 1 കോടി ആരോഗ്യ പ്രവർത്തകരും സൈനികർ, പോലീസ്, ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ കുത്തിവയ്പ്പിനായുള്ള കോവിൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. इन्फेक्शन प्रिवेंशन एंड कंट्रोल इस पर भी ध्यान हुआ, तो ये हमें ये बताता है कि हम इस स्थिति में हैं कि जिस भी दिन हम चाहेंगे EUA के 10 दिन के भीतर हम उसको EUA का अर्थ है इमरजेंसी यूज ऑथराइजेशन, ये बोलचाल की भाषा में शब्द प्रयुक्त होता है. हमारे मीडिया के मित्र इसी शब्द का उपयोग करते हैं. हमारे कानून में एक्सेलरेटेड अप्रूवल फ्रेज का इस्तेमाल किया गया है. तो जिस भी दिन हुआ, जैसे अब आप जानते हैं कि किस दिन हुआ, उस दिन से 10 दिन के भीतर में ये रोल आउट होने की पूरी तैयारी है. धन्यवाद. അതിനിടെ വാക്സിൻ വിതരണത്തിലും നിർമ്മാണത്തിലുമാണ് ശ്രദ്ധയെന്നും ഇതിനായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക്കും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. അതേസമയം തന്നെ ഇന്നലെ വൈകുന്നേരം ആരോഗ്യമന്ത്രിയുടെ വാർത്ത അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ അതീവ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കേട്ടിരുന്നു. അതായത് അതിതീവ്ര കോവിഡ് വൈറസ് നമ്മുടെ സംസ്ഥാനത്തും സ്ഥിരീകരിച്ചു എന്നുള്ളതായിരുന്നു. 6 പേർക്കാണ്, ബ്രിട്ടനിൽ നിന്നെത്തിയ 6 പേർക്കാണ് അതിതീവ്ര വൈറസ് സ്ഥിരീകരിച്ചത്. ഏതായാലും അവരുടെ ആരോഗ്യനില നല്ല രീതിയിൽ തന്നെ തൃപ്തികരമായി തുടരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട് ഇന്നും ശൈലജ ടീച്ചർ പ്രതികരിക്കുകയുണ്ടായി. അതിലേക്ക് അത് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ്. ആലപ്പുഴ 2, കോഴിക്കോട് 2, 1 കോട്ടയത്ത്, 1 കണ്ണൂർ. അവർ 2 പേര് ഹോസ്പിറ്റലായിരുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ബാക്കിയുള്ളവർ ഐസൊലേഷനിലാണ്. അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല, മറ്റ് ലക്ഷണങ്ങൾ വളരെ കുറവാണ്. അത്തരത്തിലുള്ള അവർ സ്റ്റേബിളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഹോം ഐസൊലേഷനിലാണ്. അവരെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ആ 6 പേരുടെ സ്ഥിതി. അവരെല്ലാവരും സ്റ്റേബിളാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കേസുകളായിട്ടല്ല ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല നിതാന്ത ജാഗ്രത പുലർത്തുക, ഇത് കൂടുതൽ ആളുകളിലേക്ക് പകരാതിരിക്കാൻ. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇത് ഏറ്റവും വേഗത്തിൽ പകരുന്ന ഒരു ഇനമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ പകർച്ച ശേഷി കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് പകരാതിരിക്കാൻ നല്ല രീതിയിലുള്ള ക്വാറന്റൈനും ഐസൊലേഷനും ഒക്കെ പാലിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഈ മഹാമാരികളോട് പൊരുതുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇന്നലെ നമ്മുടെ മുൻപിലേക്ക് വരികയുണ്ടായി. സംസ്ഥാനത്ത് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യമായിരുന്നു അത്. ഇന്ന് ആ പക്ഷിപ്പനിയെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. ഇന്നലെ നമ്മുടെ ഈ 9 PM കണ്ടവർക്കറിയാം, ജോർജറ്റ് കുറച്ച് താറാവുകളെ ഇവിടെ രംഗത്തിറക്കിയിരുന്നത് എൻ്റെ മുൻപിൽ ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഞാനും ഇന്ന് ആ താറാവുകളോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. കുറച്ച് പക്ഷികളെ മേളിൽ കൂടി പറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ കുട്ടനാട്ടിലെ രോഗം സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ ഈ പക്ഷികളെയൊക്കെ കൊന്നെടുക്കുന്ന നടപടിക്രമങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളും ഏർപ്പാടാക്കി കഴിഞ്ഞുവെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ വാർത്ത എന്താണെന്ന് നോക്കാം. കുട്ടനാട്ടിലെ 40,000-ഓളം വരുന്ന താറാവുകളെയാണ് രാവിലെ മുതൽ നശിപ്പിക്കുന്നത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണിത്. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിലീപിൻ്റെ നേതൃത്വത്തിലാണ് ഇവയെ നശിപ്പിച്ചു വരുന്നത്. രോഗബാധയുള്ള താറാവുകൾ ഉള്ള സ്ഥലത്തെ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവയെ നശിപ്പിച്ചു വരുന്നത്. ഇതോടൊപ്പം ഇവയുടെ ഇറച്ചിയുടെയും മുട്ടയുടെയും വിൽപ്പനയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2-3 ദിവസങ്ങൾ കൊണ്ട് പൂർണ്ണമായും അസുഖം പിടിപെട്ട താറാവുകളെ നശിപ്പിക്കാൻ കഴിയുമെന്ന് ഡോക്ടർ ദിലീപ് പറയുന്നു. അസുഖം വന്നാൽ അതിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് നമ്മൾ നശിപ്പിച്ച് കളയുന്നത്, കള്ള് ചെയ്ത് കളയുന്നത്. താറാവിൻ്റെ കണക്ക് നമ്മുടെ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഒരു 47 രജിസ്റ്റർ പ്രകാരം 47,000ആണ്. പിന്നെ ഇപ്പം ഇവിടെ 12,500 നമ്മൾ ഈ കരുവാറ്റയിൽ വന്നിട്ടുള്ളത്. അതാണ് അതിൽ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ പക്ഷികളും പോകണം. അതിന് പുറത്തേക്ക് 10 കിലോമീറ്റർ വരെ സർവൈലൻസ് ഉണ്ടാവും. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും കാണും, മൃഗസംരക്ഷണ വകുപ്പും കാണും. അതിൻ്റെ സർവൈലൻസ് അവിടെ നടക്കും. പിന്നെ ഇതിനകത്ത് ആശങ്കപ്പെടേണ്ട ഒന്നുമില്ല. H5N8 എന്ന് പറയുന്ന വിഭാഗമാണ്. അങ്ങനെ വലിയൊരു ലോ പതോജനിക ഗ്രൂപ്പിൽപ്പെട്ടതാണ്.
പകരാൻ മനുഷ്യരിലേക്ക് പകരുന്ന റിപ്പോർട്ടുകളേ ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യമില്ല. പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇറച്ചിയും മറ്റും കഴിക്കുന്നതിനൊന്നും വേറെ തരത്തിലേക്കുള്ള പ്രശ്നങ്ങളും പേടിക്കേണ്ടതില്ല. PP കിറ്റ് ധരിച്ച് 18-അംഗ സംഘമാണ് താറാവുകളെ നശിപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. താറാവുകൾക്ക് പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ കർഷകരെയും ഏറെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ കടക്കിണിയില്ല, കടം ഇങ്ങനെ വർഷങ്ങൾ കൊണ്ട് ചത്തുകൊണ്ടിരിക്കുക. അല്ലെ ചത്ത് കടക്കിണിയിലുള്ള വരുന്നുണ്ട്. എല്ലാ തവണ വളർത്തുന്നതിൻ്റെ പകുതി പോലും കിട്ടാത്തില്ല. നശിപ്പിക്കുന്ന താറാവുകൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകും. മൃഗസംരക്ഷണ വകുപ്പ് നൽകുന്ന കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാവും ഇത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. ഇന്ന് കണ്ടതാണ്. ഒരുപക്ഷെ ഈ നമ്മുടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളുടെ മുൻപിലേക്ക് ഞാൻ ഈ വാർത്ത വയ്ക്കുകയാണ്. അതായത് സ്വർണ്ണക്കടത്ത് കേസിൽ NIA ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ കുറ്റപത്രത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആദ്യഘട്ട കുറ്റപത്രത്തിൽ ശിവശങ്കർ പ്രതിയല്ല എന്നുള്ളതാണ്. നമ്മൾ കണ്ടതാണ് എന്തൊക്കെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ സംഭവിച്ചതെന്ന്, എന്തൊക്കെയായിരുന്നു ഇവിടെ കാണിച്ചു കൂട്ടിയതെന്ന്. ഇന്നിപ്പോൾ ഇതാ കുറ്റപത്രത്തിൽ ശിവശങ്കർ പ്രതിയല്ല എന്ന് പറയുന്നു. ആദ്യഘട്ട കുറ്റപത്രം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ സ്വപ്ന, സരിത്ത്, റമീസ് ഉൾപ്പെടെ 20 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. BJP പ്രവർത്തകനും ഈ കേസിലെ 4ാം പ്രതിയുമായിരുന്ന സന്ദീപ് നായരെ മാപ്പ് സാക്ഷിയാക്കിയിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടി വരും. സ്വാഭാവികമായും ഇത് പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. സന്ദീപ് നായർ എന്ന് പറയുന്ന BJP പ്രവർത്തകനായ ഈ കേസിലെ 4ാം പ്രതി മാപ്പ് സാക്ഷിയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളും അത്യാവശ്യം പൊതുബോധമുള്ള ഒരു മനുഷ്യനും ഉണ്ടാകില്ല എന്നായിരുന്നു മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ശിവശങ്കറിൻ്റെ പേരിൽ ഇവിടെ കാണിച്ചു കൂട്ടിയ എത്രയെത്ര സംഭവങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ നാടകങ്ങളായിരുന്നു, അതൊക്കെ ഇപ്പോൾ എവിടെയെന്നാണ് ചോദിക്കാൻ വരുന്നത്. ഒപ്പം തന്നെ NIA ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ മറുവശത്ത് ED ഇപ്പോഴും പറയുന്നു എല്ലാ കുറ്റങ്ങൾക്കും പിന്നിൽ ശിവശങ്കറാണെന്ന്. ഈ ലോകത്തുള്ള സകലമാന കള്ളക്കടത്തിൻ്റെയും പിന്നിൽ ശിവശങ്കറാണെന്നാണ് ED പറഞ്ഞു വയ്ക്കുന്നത്. ഈ 2 അന്വേഷണ ഏജൻസികളുടെയും കണ്ടെത്തലിലെ വൈരുദ്ധ്യം തന്നെയാണ് ഈ കേസിലെ രാഷ്ട്രീയപരമായ ഇടപെടലിനെ കുറിച്ചുള്ള സംശയം ഉയർത്തുന്നത്. കോടതിയും പലതവണ ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളുടെ മൊഴിയല്ലാതെ എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ ഭാഗത്തുണ്ടോ എന്ന് രാജ്യത്തെ ഈ ഫൈനസ്റ്റായ ഏജൻസികളോട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടും NIA-യോടും അടക്കമുള്ളവരോട് കോടതിയും പലവട്ടം ചോദിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് ഈ കുറ്റപത്രം NIA കോടതിക്ക് മുൻപിലേക്ക് എത്തുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്ത് 180 ദിവസം പൂർത്തിയാകാനിരിക്കെയാണ് NIA കുറ്റപത്രം സമർപ്പിച്ചത്. 180 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട്. ഇത് ഒഴിവാക്കാനാണ് NIA തിരക്കിട്ട് കുറ്റപത്രം സമർപ്പിച്ചത്. സ്വപ്ന, സരിത്ത്, റമീസ് ഉൾപ്പെടെ മുഖ്യപ്രതികൾക്കെതിരെയാണ് NIA-യുടെ കുറ്റപത്രം. UAPA സെക്ഷൻ 16, 17, 18, 20 പ്രകാരമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അനധികൃത സ്വർണ്ണക്കടത്തിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ പ്രതികൾ ശ്രമിച്ചു എന്നാണ് NIA കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത്. ഇത് UAPA നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും NIA വിശദീകരിക്കുന്നു. സ്വർണ്ണക്കടത്ത് ഗൂഢാലോചനയിൽ 35 പേർക്ക് പങ്കുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഹവാല ചാനൽ വഴി പ്രതികൾ പണം UAE-യിൽ എത്തിച്ചു. 2019 നവംബറിനും 2020 ജൂണിനും ഇടയിൽ 167 കിലോ സ്വർണ്ണമാണ് പ്രതികൾ കടത്തിയത്. തിരുവനന്തപുരത്ത് UAE കോൺസുലേറ്റ് ജനറലിന്റെ മേൽവിലാസത്തിലുള്ള ഡിപ്ലോമാറ്റിക് കാർഗോ വഴിയായിരുന്നു സ്വർണ്ണക്കടത്ത്. സൗദി അറേബ്യ, ബഹ്റിൻ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി കൂടുതൽ സ്വർണം കടത്താൻ പ്രധാന പ്രതി റമീസ് പദ്ധതിയിട്ടിരുന്നതായും കുറ്റപത്രം സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് NIA പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം കേസിൽ 4ാം പ്രതിയും BJP പ്രവർത്തകനുമായ സന്ദീപ് നായരെ NIA മാപ്പുസാക്ഷിയാക്കി. കേസുമായി ബന്ധപ്പെട്ട് പലതവണ ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയ ശിവശങ്കറിനെ NIA കുറ്റപത്രത്തിൽ പ്രതിയാക്കിയിട്ടുമില്ല. 35 പ്രതികളുള്ള കേസിൽ 21 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 12 പേർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു. കൈരളി ന്യൂസ്, കൊച്ചി. എല്ലാ തെളിവുകളും കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം വാർത്താ സമ്മേളനം നടത്തിയ ആൾക്കാരെയൊന്നും ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. ഇനി മറ്റൊരു വാർത്തയുണ്ട്. ചിലർക്കൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്ന, അല്പം വിഷമമുണ്ടാക്കാൻ പോകുന്ന ഒരു വാർത്തയാണ്. സംസ്ഥാനത്ത് മദ്യത്തിൻ്റെ വില കൂടും. മദ്യ കമ്പനികൾക്കുള്ള റേറ്റ് ഓഫ് കോൺട്രാക്റ്റ് വർദ്ധിപ്പിക്കാൻ ബെവ്കോ തീരുമാനമെടുത്തതോടെയാണ് വില കൂട്ടാൻ തീരുമാനമായിരിക്കുന്നത്. ഒരു വർഷമായി മദ്യക്കമ്പനികൾ ഈ ആവശ്യം ഉന്നയിച്ച് വരികയായിരുന്നു. പക്ഷേ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അതിലൊരു തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും മദ്യത്തിന് വില കൂടാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. ബിവറേജസ് കോർപ്പറേഷന് മദ്യം വിതരണം ചെയ്യുന്ന കമ്പനികൾക്കുള്ള റേറ്റ് ഓഫ് കോൺട്രാക്ട് വർദ്ധിപ്പിച്ചു നൽകാനാണ് ബെപ്കോ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചത്. ഇത് പ്രകാരം നിലവിലെ റേറ്റിൽ നിന്നും 7% വർധനവാണ് കമ്പനികൾക്ക് ലഭിക്കുക.
2017 അവസാനമായി റേറ്റ് ഓഫ് കോൺട്രാക്ട് പുതുക്കി നിശ്ചയിച്ചത്. അന്നും 7% വർധനവാണ് ഉണ്ടായത്. മദ്യനിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളുടെയും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന്റെയും വില വർദ്ധിച്ച സാഹചര്യത്തിൽ വിതരണ മദ്യത്തിന്റെ റേറ്റ് വർദ്ധിപ്പിക്കണമെന്ന് കേരള ഡിസ്റ്റിലറീസ് ഇൻഡസ്ട്രിയൽ ഫോറവും ഡിസ്റ്റിലറീസ് അസോസിയേഷനും 1 വർഷം മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോവിഡ് കാലമായതിനാൽ ഈ ആവശ്യം ഇതുവരെ ബെപ്കോ പരിഗണിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന ബോർഡ് യോഗത്തിലാണ് വിതരണക്കാരുടെ ഈ ആവശ്യം ചർച്ച ചെയ്തത്. 15% വർധനവാണ് മദ്യക്കമ്പനികൾ ആവശ്യപ്പെട്ടിരുന്നത്. എങ്കിലും 7% വർദ്ധിപ്പിച്ചാൽ മതിയെന്ന തീരുമാനമാണ് ബെവറേജസ് കോർപ്പറേഷൻ ബോർഡ് തീരുമാനിച്ചത്. പുതിയ നിരക്ക് പ്രകാരം മദ്യം വിപണിയിലെത്തുമ്പോൾ വിവിധ നികുതികൾ ഉൾപ്പെടെ ബ്രാൻഡുകൾക്ക് 15 മുതൽ 85 രൂപ വരെ വർധനവുണ്ടാകും. വിതരണ കമ്പനികൾക്കുള്ള റേറ്റ് ഓഫ് കോൺട്രാക്ട് വർദ്ധിപ്പിക്കുന്നതിന് ബെപ്കോയ്ക്ക് സർക്കാരിന്റെ അനുമതി ആവശ്യമില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനത്ത് സിനിമാ തിയേറ്ററുകൾ വീണ്ടും തുറക്കുന്നതിനുള്ള അനുമതി സർക്കാർ നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏത് രീതിയിൽ പോകുന്നു എന്നതായിരുന്നു ഇന്നൊക്കെ പ്രധാനമായും ഈ വിനോദ ലോകത്ത് നിന്ന് ഉയർന്നു വന്ന ഒരു വാർത്ത. സിനിമാ തിയേറ്ററുകൾ തുറക്കുന്നത് ഈ ഘട്ടത്തിൽ ശരിയോ എന്നൊക്കെ ചില ഭാഗങ്ങളിൽ നിന്ന് ആശങ്കകൾ ഉയർന്നു വരുന്നുണ്ട്. അത് സ്വാഭാവികമാണ് താനും, കാരണം കോവിഡ് എന്ന മഹാമാരി ഇങ്ങനെ നിൽക്കുമ്പോൾ. പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതം എല്ലാ രീതിയിലും സാധാരണഗതിയിലാക്കി തിരിച്ചു കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കോവിഡിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ മുൻകരുതലുകളോടും കൂടി മറ്റു മേഖലകളൊക്കെ നമ്മൾ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും വിനോദ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുടെ ജീവിത ആശങ്കയൊക്കെ സർക്കാരിന് മുന്നിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. ഈ തിയേറ്ററുകൾ തുറക്കാൻ അനുമതി നൽകിയതിന് ശേഷവും ഇന്നായിരുന്നു തിയേറ്ററുകൾ തുറക്കാൻ അനുമതി നൽകിയ ദിവസം. ജനുവരി 5 മുതൽ തിയേറ്ററുകൾ തുറക്കാമെന്നായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് തിയേറ്ററുകൾ തുറന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് ഏതൊക്കെ സിനിമകൾ ലഭിക്കും എന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം തിയേറ്റർ ഉടമകൾക്ക് മുൻപിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ദൃശ്യം 2 എന്ന സിനിമയുടെ OTT റിലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ. അതിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിൻ്റെ വിശദീകരണം തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകളുടെ സംഘടന പറയുന്നത്. അത് ആ രീതിയിൽ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, നമുക്ക് കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ജനുവരി 13 വിജയുടെ മാസ്റ്റർ എന്ന സിനിമയോടെ ആയിരിക്കാം സംസ്ഥാനത്തെ തിയേറ്ററുകൾ തുറക്കുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും നാളെ സിനിമാ സംഘടനകളുടെയൊക്കെ ഒരു സംയുക്ത യോഗം ചേരുന്നുണ്ട്. അതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിയേറ്റർ തുറക്കാൻ സർക്കാർ അനുമതി ലഭിച്ചെങ്കിലും പ്രദർശനം എന്ന് തുടങ്ങാൻ കഴിയുമെന്ന് വ്യക്തമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഫിയോക് ഉൾപ്പെടെയുള്ള തിയേറ്റർ സംഘടനകൾ. ഒരാഴ്ചയെങ്കിലും മുന്നൊരുക്കം നടത്തിയാൽ മാത്രമേ തിയേറ്ററുകൾ പ്രദർശന സജ്ജമാകൂവെന്ന് കൊച്ചിയിൽ ചേർന്ന യോഗത്തിന് ശേഷം ഉടമകൾ അറിയിച്ചു. സിനിമകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. വിതരണക്കാരും നിർമ്മാതാക്കളുമായുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തയ്യാറാണെന്നും തിയേറ്റർ ഉടമകൾ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അടച്ചിടാൻ തീരുമാനിച്ചിട്ടില്ല, നമ്മൾ തുറന്നിടിച്ചിരിക്കുക. അതായത് പിന്നെ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും പണം തരില്ല എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ അവരായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. വളരെ സിമ്പിൾ. നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും നൽകാനുള്ള വിഹിതം 5.25 കോടി രൂപ മാത്രമാണെന്നും തിയേറ്റർ ഉടമകൾ വ്യക്തമാക്കി. നിർമ്മാതാക്കളും വിതരണക്കാരും പറയുന്ന 15 കോടി രൂപയുടെ കണക്കിനെ കുറിച്ച് അറിയില്ല. 13 റിലീസ് ചെയ്യുന്ന വിജയ് ചിത്രം മാസ്റ്റർ ആദ്യമായി തിയേറ്റർ എത്തുമെന്നാണ് പ്രതീക്ഷയെങ്കിലും സിനിമ കിട്ടിയാൽ പ്രദർശിപ്പിക്കുമെന്ന് മാത്രമായിരുന്നു ഫിയോക്കിന്റെയും കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെയും സിനി എക്സിബിറ്റേഴ്സ് അസോസിയേഷന്റെയും പ്രതികരണം. നിലവിൽ മലയാള സിനിമകളൊന്നും പ്രദർശനത്തിന് ലഭിച്ചിട്ടില്ലെന്നും ഉടമകൾ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കൊച്ചി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ നാളെ സംയുക്ത സിനിമാ സംഘടനകളുടെയൊക്കെ യോഗമുണ്ട്. അതിലൊക്കെ ഒരു തീരുമാനമാകും എന്ന് പ്രതീക്ഷിക്കാം. കാരണം സിനിമ സ്ക്രീനിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ നിരവധിയുണ്ട്. ഈ കോവിഡ് ഒരു വശത്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അത്തരത്തിലും ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള വാർത്തകൾ കൂടി നമുക്ക് കവർ ചെയ്ത് പോകേണ്ടി തന്നെ വരും. മറ്റൊന്ന്, പ്രവാസികൾക്ക് ഈ ബാലറ്റിലൂടെ വോട്ടിംഗ് അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വോട്ടവകാശം അനുവദിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അംഗീകരിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ പ്രവാസി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ ചർച്ച നടത്തുമെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. പ്രവാസി ഇന്ത്യക്കാർക്ക് പോസ്റ്റൽ വോട്ടിംഗ് സാധ്യമാകണമെങ്കിൽ കേന്ദ്ര സർക്കാർ 1961 തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവരണം. ഭേദഗതിക്ക് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമില്ലാത്തതിനാലാണ് കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചത്. പ്രവാസികൾക്ക് ഇലക്ട്രോണിക് പോസ്റ്റൽ വോട്ട് ഏർപ്പെടുത്താൻ തയ്യാറെന്ന് കഴിഞ്ഞ നവംബറിൽ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതോടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുമായും
പ്രവാസി സംഘടനകളുമായും വോട്ടെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച് കമ്മീഷൻ ചർച്ച നടത്തും. കമ്മീഷൻ വിശദീകരിക്കുന്നത് അനുസരിച്ച് വിദേശത്തുള്ള ഇന്ത്യൻ പൗരൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് 5 ദിവസത്തിനുള്ളിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായി റിട്ടേണിംഗ് ഓഫീസറെ അറിയിക്കണം. റിട്ടേണിംഗ് ഓഫീസർ ബാലറ്റ് പേപ്പർ ഇമെയിലിലൂടെ വോട്ടർക്ക് അയക്കണം. ബാലറ്റ് പേപ്പർ പ്രിന്റ് ചെയ്തെടുത്ത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം താമസിക്കുന്ന രാജ്യത്തെ ഇന്ത്യൻ എംബസി സാക്ഷ്യപത്രം കൂടി ചേർത്ത് തിരിച്ചയക്കണം. എന്നാൽ ബാലറ്റ് പേപ്പർ നേരിട്ടയക്കണോ എംബസിക്ക് കൈമാറുകയാണോ എന്നതിൽ കമ്മീഷന്റെ ഭാഗത്തുനിന്നും വ്യക്തത വരേണ്ടതുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. വളരെ വേഗം പ്രേക്ഷകരിലേക്കും മറ്റ് സജീവമായ വാർത്തകളിലേക്കും നമുക്ക് തിരികെ എത്താം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ദില്ലിയിൽ നിന്നാണ്. നമ്മുടെ കർഷക സഹോദരങ്ങൾ അവിടെ സമരം കിടക്കുകയാണ്. അവർ സമരം കിടക്കുന്നത് നമുക്ക് വേണ്ടി കൂടിയാണ്. കാരണം നമുക്ക് അന്നമൂട്ടുന്ന മനുഷ്യരാണ് ദില്ലിയിലെ മരം കൊച്ചുന്ന തണുപ്പത്തും അവർ പെരുവഴിയിൽ സമരം കിടക്കുകയാണ് നമുക്ക് വേണ്ടി. സ്വാഭാവികമായും നമ്മുടെ ഐക്യദാർഢ്യം എല്ലാ സമയത്തും അവരെ അറിയിക്കേണ്ടതിൻ്റെ ബാധ്യത നമുക്കുണ്ട്. കാരണം അവർ അധ്വാനിക്കുന്നതിൻ്റെ ഒരംശമാണ് നമ്മളും ഭക്ഷിക്കുന്നത്. അപ്പോൾ കർഷക സമരത്തിന് പിന്തുണയുമായി കേരളത്തിലെ കർഷകരും ദില്ലിയിലേക്ക് പോവുകയാണ്. 1000 പേർ സമരത്തിൽ പങ്കെടുക്കുമെന്ന് കേരള കർഷക സംഘം അറിയിച്ചു. ഈ മാസം 11-ന് ആദ്യ സംഘം കേരളത്തിൽ നിന്ന് പുറപ്പെടും. കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കും വരെ കർഷക സംഘത്തിന്റെ പ്രതിഷേധം ദില്ലിയിൽ തുടരുകയും ചെയ്യും. കർഷകർ കേന്ദ്ര സർക്കാരുമായി നടത്തിയ 7ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് കേരളത്തിലെ കർഷകരും ദില്ലിയിലെ സമരത്തിൽ അണിചേരാൻ തീരുമാനിച്ചത്. ആദ്യ സംഘം കണ്ണൂരിൽ നിന്നും ഈ മാസം 11-ന് റോഡ് മാർഗം റാലിയായി പുറപ്പെടും. സംഘത്തിൽ 500 പേരുണ്ടാകുമെന്ന് കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി KN ബാലഗോപാൽ പറഞ്ഞു. ബസ്സിൽ യാത്ര ചെയ്ത് ഇവിടുന്നൊരു ജാഥയായി മാർച്ചായി കേരളത്തിലെ 1000-ഓളം കർഷകർ ഈ ഉജ്ജ്വലമായ സമരത്തിൽ കേരളത്തിന്റെ പങ്കുവഹിക്കാൻ, കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ, കേരളത്തിന് പട്ടിണിയില്ലാതെയും വലിയ വില കൊടുത്ത് സാധനം മേടിക്കുന്ന അവസ്ഥയെ ഒഴിവാക്കാനായിട്ട് കേരളത്തിലെ കർഷകർ, കേരള കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കർഷകരുടെ മാർച്ച് ഡൽഹിയിലേക്ക് പോവാണ്. ആദ്യ ബാച്ച് 11-ാം തീയതി പോകും. എസ് രാമേന്ദ്രപിള്ളയാണ് 11-ാം തീയതി രാവിലെ 9 മണിക്ക് അവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. രണ്ടാമത്തെ സംഘം 21-നാകും തിരിക്കുക. ദില്ലിയിൽ സമരത്തിൽ ഇവർ മുഴുവൻ സമയ പങ്കാളികളാകും. 2 സംഘങ്ങളായി 1000 വോളണ്ടിയർമാരാകും പ്രതിഷേധത്തിന്റെ ഭാഗമാകുക. കൊങ്കൺ പാത വഴിയാകും കേരള സംഘം ദില്ലിയിലേക്ക് പോകുക. കർഷക സംഘം പ്രസിഡന്റ് KK രാഗേഷ്, സെക്രട്ടറി KN ബാലഗോപാൽ എന്നിവർ ദില്ലിയിൽ സമരത്തിൽ അണിചേരും. ദില്ലിയിലെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള അനിശ്ചിതകാല സമരത്തിന് പിന്നാലെയാണ് കേരളത്തിലെ കർഷകർ ദില്ലി സമരത്തിന്റെ ഭാഗമാകാനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മറ്റൊരു വാർത്ത എന്നുള്ളത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ ഇന്ത്യ സന്ദർശനം റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. കാരണം ബ്രിട്ടനിൽ അതിതീവ്ര കോവിഡ് ബാധ തുടരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഇന്ത്യയിലേക്കുള്ള യാത്ര റദ്ദാക്കിയിരിക്കുകയാണ്. പുതിയ കോവിഡ് വകഭേദം കണ്ടെത്തിയതിനെ തുടർന്ന് ബ്രിട്ടനിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സന്ദർശനം റദ്ദാക്കിയത്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിലെ മുഖ്യ അതിഥിയായിരുന്നു ബോറിസ് ജോൺസൺ. സ്വാഭാവികമായും അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുൻപിലേക്ക് വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് എത്തിയ അറിയിപ്പ്. ഇന്ന് വൈകുന്നേരമാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം വന്നത്. ദേശാഭിമാനി മുൻ സീനിയർ ന്യൂസ് എഡിറ്റർ TV പത്മനാഭൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 36 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ദേശാഭിമാനിയിൽ നിന്ന് അദ്ദേഹം വിരമിച്ചത്. സംസ്കാരം നാളെ പകൽ 2 മണിക്ക് നടക്കും. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. അപ്പോൾ ഇന്നത്തെ 9 PM ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണാം. സജീവ വാർത്താ ചിത്രവും വാർത്താ വിശകലനവുമായി വീണ്ടും എത്തുവരെ നമസ്കാരം. ഗുഡ് നൈറ്റ്.